ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയ സ്റ്റേറ്റിലെ ഷില്ലോങ്ങിൽ നിന്ന് പോകുന്ന വഴിയിലുള്ള ഒരു ലേക്ക് ഉണ്ട്, ഉമിയം തടാകം. ഇതൊരു പ്രസിദ്ധമായ തടാകമാണ്. അപ്പോൾ ഇത് കുറച്ച് രാത്രി അയക്കുന്നു ഇവിടെ. അപ്പോൾ ഈ രാത്രിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഞാനിപ്പം മേഘാലയന്റെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പൊ ഇവിടുത്തെ ഒരു തടാകം കാണാൻ പോവാണ്. നമ്മള് രണ്ട് വണ്ടിയിലാണ് പോകുന്നത്. ഇത് മറ്റേ വണ്ടിയിലുള്ള ഇതാണ്. ഡ്രൈവർമാരും തമ്മിൽ നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല ഹൈവേ ആണ്, NH6. നല്ല അടിപൊളി സൂപ്പറായിട്ട് പോകും. റോഡൊക്കെ നല്ല സൂപ്പർ തന്നെയാണ്. രണ്ടു ഭാഗവും, ഒരു ഭാഗം മല, ഒരു ഭാഗം ഇങ്ങനെ കൊല്ലിയായിട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉമിയം തടാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ബാരാപ്പാനി എന്നും ഈ നാട്ടുകാർ അതാണ് ഉപയോഗിക്കുക. ഇതാ ഒരു ഭാഗത്തിന്റെ ഭാഗമാണ്. ഈ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങണം. ഇത് ഏകദേശം ഷില്ലോങ്ങിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ട്. വടക്ക് മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഷില്ലോങ്ങിൽ നിന്ന്. ഈ ഉമിയം തടാകം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 220 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ മനുഷ്യനിർമ്മിത ജലസംഭരണിയാണ് ഈ ഉമിയം തടാകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഡ്രൈവർ നമുക്ക് വണ്ടി, ഇത് കുറച്ച് ഇരുട്ടായി പോയിക്കുന്നു, കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടിയിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് പുള്ളിക്കാരൻ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1960കളുടെ തുടക്കത്തിലാണ് ഇവിടെ ഒരു ഉമിയം നദി ഉണ്ട്, അതിൽ ഈ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ വെള്ളത്തിന് നല്ല സ്ഫടികം മോഡൽ, നല്ല അടി ക്ലിയറായി കാണുന്ന മോഡലുള്ളതാണ് ഇവിടുത്തെ വെള്ളം. അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലീൻ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല സംഭവം. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ശരി എഴുതി വെച്ചിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. അപ്പൊ നമുക്ക് ഈ പരിസരമൊക്കെ ഒന്നും കംപ്ലീറ്റ് കറങ്ങി കാണാം. ഇപ്പൊ സൂര്യൻ അസ്തമിച്ചിട്ടുള്ള ആ ഒരു ആകാശത്തുള്ള ചുവപ്പ് കളർ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ പകൽ വെളിച്ചത്തിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് രാത്രിയിൽ വേറൊരു ഭംഗിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കാണാം ഇതിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. ഇവിടെ വാട്ടർ സ്പോർട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഇതില്. ഇവിടെ കായിക വിനോദങ്ങളൊക്കെ ഉണ്ട്. ഈ ഷില്ലോങ്ങിൽ തന്നെ പ്രധാന ജലകായിക വിനോദ കേന്ദ്രമായിട്ടാണ് ഈ തടാകം പ്രവർത്തിക്കുന്നത്. സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, പാഡിൽ ബോട്ടിംഗ് ഉണ്ട്, സ്കൂട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പകൽ വന്നിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാം. നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇതായത്, അല്ലെങ്കിൽ ഇവിടെ പകൽ എത്തിയിരുന്നത്. ഈ ഗോഹട്ടിയിലേക്കുള്ള ഈ ട്രെയിൻ ഏത് സമയത്തും എപ്പോഴും ലേറ്റ് ആയിരിക്കും, കാരണം അത്രയും ലോങ് റൂട്ട് ആയതുകൊണ്ട്. ഈ തടാകത്തിന് സമീപം ലം നെഹ്റു പാർക്ക്, ഓർക്കിഡ് ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നന്നായിട്ട് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്, നടപ്പാതകളുണ്ട്, വിശ്രമിക്കാനുള്ള കാഴ്ചകളുണ്ട്, ആസ്വദിക്കാനും മനോഹരമായ വിന്റേജ് പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇരുട്ടത്ത് പോകുന്നൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പകൽ വരുന്ന സമയത്ത് ഇവിടെ വരുമ്പോ നമുക്ക് ഈ ഒരു പകൽ വെളിച്ചത്തില് ഈ ഒരു ഉമിയം തടാകം പരിസരമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പൊ ഈ രാത്രിയിലെ ഒരു ഭാഗം കാണാം നമുക്ക്. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡൊക്കെ ഒരു പഴയ കാലത്തെ ബോർഡാ, പെയിന്റൊക്കെ അടിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. പൊതുവെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ മേഘാലയ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് രാത്രിയിലെ കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് തിരിച്ചിഞ്ഞി പോവുകയാണ്. ഇനി നേരെ ഇവിടുത്തെ ഷില്ലോങ് സിറ്റിയിലേക്ക് പോവാണ്. ഷില്ലോങ് സിറ്റിയിൽ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മാർക്കറ്റൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ ചിറാപുഞ്ചിയിലേക്ക് പോകണം. രാത്രി താമസം ചിറാപുഞ്ചിയിലാണുള്ളത്. അതായത് മഴ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം. അപ്പൊ നമ്മള് ഇരുട്ടായതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കുറവാണ്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കുറെ
കടകളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് സ്ത്രീകൾ തന്നെയാണ് ഇവിടെ. പിന്നെ പന്നിയിറച്ചി നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മേഘാലയ. പിന്നെ ബീഫ് ഇല്ല, ആടുണ്ട്, പിന്നെ കോഴിയുണ്ട്. ഇതൊക്കെ സൈഡിലെ കടകളാണ്. ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ കുറച്ച് ടൗൺ ഉള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് മലമ്പ്രദേശമാണ്. കണ്ടില്ലേ, ഇതൊക്കെ കംപ്ലീറ്റ് ഇരുട്ടിൽ അങ്ങനെ പോകുന്നു. സൈഡിലൊന്നും കടകളും കാര്യങ്ങളൊന്നുമില്ല. വിജനമായ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഉമിയം ലേക്കിന്റെ അവിടുന്ന് പിന്നെ ഷില്ലോങ് സിറ്റിയിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.